പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെയൊക്കെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ച് ബലിയർപ്പിച്ച് ഇന്നലെ പിന്നെ ഗുഡ്നസ് ടി വിയിലെ ശുശ്രൂഷകളെല്ലാം വളരെ നന്നായി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് നമ്മുടെ മിനിസ്ട്രീസിലെ ഒരു അംഗമാണ് ജോമോൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ്, ദൈവമേ നാളത്തേക്ക് വചനം എടുത്തിട്ടില്ലല്ലോ, നാളത്തേക്ക് അപ്പോൾ ഒരു വീഡിയോ അങ്ങനെ ജോമോൻ്റെ വീട്ടിൽ വന്നിട്ടാണ് ജോമോൻ പറയും, ഈ ഭവനച്ചാ ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത വിധത്തിൽ മനോഹരമായൊരു ഭവനമാണ് ഈശോ നൽകിയത്. പ്രിയ സഹോദരങ്ങളെ, ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കർത്താവിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു വീടുണ്ടായിരുന്നു. നിങ്ങൾക്ക് 4, 5 കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് വീട് ചെറുതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഈശോ കർത്താവെ ഒരു വലിയൊരു ഭവനം, എല്ലാവർക്കും സൗകര്യപ്രദമായ വിധത്തിൽ പാർക്കാനുള്ളൊരു ഭവനം ഈശോ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ജോമോന് നൽകിയതുപോലെ തന്നെ ഈശോ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാം തിരുവചനം. വചനം വെളിപ്പെടുത്തുകയാണ്, എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. അതായത് ശരീരത്തിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക്. അതുകൊണ്ടാണ് ശ്ലീഹ പറയുന്നത്, ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ശരീരം തോന്നിയാസത്തിന് വേണ്ടിയിട്ടുള്ളതല്ല. ചിലപ്പോഴൊക്കെ നമുക്ക് വിചാരിക്കില്ല, നമ്മളിത് ചെയ്യണത് ആരും കാണുന്നില്ല, ഇത് ഭയങ്കര സ്വകാര്യതയുടെ അല്ലേ, ഓരോരുത്തർക്കും പേഴ്സണലായിട്ടുള്ള റൂമുകൾ, ഒരുപാട് സ്വകാര്യത. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഇത് വേറെ ആരും കാണുന്നില്ല എന്നാണ്. നമുക്കറിയാം, നമ്മളൊരു CCTV വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര വിദൂരങ്ങളിലാണെങ്കിലും, അത് നെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ അവിടെ എത്ര സ്വകാര്യതയിൽ ചെയ്തു എന്ന് പറഞ്ഞാലും CCTV ഉണ്ടെങ്കിൽ അതെല്ലാം ഒപ്പിയെടുക്കുന്നത് പോലെ ഇപ്പോൾ വോയിസിൻ്റെ, അതായത് ഓഡിയോ ഉള്ള ഇതാണെങ്കിൽ എന്ത് സംസാരിക്കുന്നതെന്ന് കൂടി. അപ്പോൾ നിങ്ങൾ നോക്കിയ സഹോദരൻ, അത് മനുഷ്യൻ്റെ ബുദ്ധിയാണെങ്കിൽ ദൈവത്തിൻ്റെ ബുദ്ധി നമ്മുടെ വികാര വിചാരങ്ങൾ പോലും ഒപ്പിയെടുക്കുവാൻ. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ശരീരത്തിൻ്റെ മേഖലയിൽ നമ്മൾ അശുദ്ധിയിൽ ജീവിച്ച നിമിഷങ്ങളെ ഓർത്ത്, മനസ്സിൽ വെറുപ്പ് വൈരാഗ്യമൊക്കെ കൊണ്ടു നടന്നതിനൊക്കെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായിട്ട് മാപ്പ് ചോദിക്കാം. ഈ ഒരു നോമ്പ് കാലം വലിയ വിശുദ്ധിയിലും വലിയ കൃപാവരങ്ങളിലും വ്യാപരിക്കാനായിട്ടുള്ള ദൈവകൃപ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് അച്ഛൻ്റെ ഹൊറപ്പ് മിനിസ്ട്രി എന്ന് പറയുന്നത് അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാണ്. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടി കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ അധികാരത്തിൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ മുദ്ര ചെയ്യുന്നു. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.